മുംബൈയിലെ വർസോ മെട്രോ സ്റ്റേഷന് സമീപമായിട്ടുള്ള പ്രദേശത്ത് 2 കുടുംബങ്ങൾ ജീവിച്ചിരുന്നു. ഒരു പണക്കാരുടെ കുടുംബവും ഒരു പാവപ്പെട്ടവരുടെ കുടുംബവും. ഈ 2 കുടുംബങ്ങളും തമ്മിൽ ഒരു കോമ്പൗണ്ട് വാളിന്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്സരയുടെ ഫാമിലി പണക്കാരുടെ ഫാമിലി ആയിരുന്നു. അപ്സരയുടെ ഭർത്താവ് ഒരു വലിയ ബിസിനസ് ഐക്കണായിരുന്നു. അവർക്ക് ഒരുപാട് കാറുകളും ഒരു വലിയ ബിൽഡിങ്ങും അതുകൂടാതെ ഒരുപാട് സ്വത്തുവകകളും ഉണ്ടായിരുന്നു. അപ്സര മോഡലിംഗ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ അപ്സര ഒരു ഫാഷൻ ഡിസൈനർ കൂടിയായിരുന്നു. ഇതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് പണം വരുന്നുണ്ടായിരുന്നു. അപ്സരയ്ക്ക് അനന്യ എന്നു പേരുള്ള ഒരു മകളുണ്ടായിരുന്നു. അവൾക്ക് 5 വയസ്സായിരുന്നു പ്രായം. അവൾ വളരെയധികം ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. അനന്യയുടെ കാര്യങ്ങൾ നോക്കുന്നതിനു വേണ്ടി അവൾക്ക് വീട്ടിൽ കവിത എന്നു പേരുള്ളൊരു ആയ ഉണ്ടായിരുന്നു. കവിതയ്ക്ക് പണത്തിനോട് വല്ലാത്തൊരു ആർത്തിയായിരുന്നു. ജോലിക്കിടയിൽ അവൾ പലപ്പോഴായി ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ നടത്താറുണ്ട്. അവൾ മോഷ്ടിക്കുന്നത് ചെറിയ ചെറിയ സാധനങ്ങളായതുകൊണ്ട് തന്നെ വീട്ടിൽ ആരും തന്നെ അത് തീരെ ശ്രദ്ധിക്കുന്നില്ല. അപ്സര രാവിലെ നേരത്തെ എഴുന്നേറ്റ് എന്നും ജിമ്മിൽ പോകുമായിരുന്നു. ജിമ്മിൽ പോയി വന്നതിനു ശേഷം അനന്യയെ വിളിച്ചെണീപ്പിക്കും. അനന്യയുടെ എല്ലാ കാര്യങ്ങളും കവിതയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. കവിതയ്ക്ക് അനന്യ എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. കാരണം അനന്യയുടെ ചെറുപ്പം മുതൽ തന്നെ കവിത അനന്യയുടെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും അപ്സര രാവിലെ തന്നെ ബൊട്ടീക്കിലേക്ക് പോകുമായിരുന്നു. കവിത അനന്യയെ വിളിച്ചെണീപ്പിച്ച് ബ്രഷ് ചെയ്യിപ്പിച്ച് പാലും അതുപോലെ തന്നെ പുഴുങ്ങിയ മുട്ടയും എന്നും കൊടുക്കുമായിരുന്നു. അപ്സരയും കുടുംബവും പണക്കാരായതുകൊണ്ട് തന്നെ അനന്യയ്ക്ക് കാല് തറയിൽ വെക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല. എങ്ങോട്ട് പോകണമെങ്കിലും കാറിൽ കയറുക, പോകേണ്ട സ്ഥലത്ത് പോവുക. കൂടെ കവിതയും ഉണ്ടായിരുന്നു. ഭക്ഷണത്തിന്റെ കാര്യമാണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമേയില്ല. അവൾക്ക് കൊടുക്കാത്ത ഒരു തരം ഭക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല. ഭക്ഷണത്തിന്റെ കാര്യം മാത്രമല്ല, അവൾ എന്താഗ്രഹിച്ചോ അത് അപ്സര വാങ്ങിക്കൊടുത്തിരിക്കും. ഇനി നമുക്ക് പാവപ്പെട്ട ആ വീട്ടുകാരായ കമലയും രമേശും അവരുടെ മകൾ അനുപമയുടെയും കാര്യം പറയാം. അവർ 3 പേരും ഒരു ചെറിയ കുടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് സ്വന്തമായി വീടൊന്നും ഉണ്ടായിരുന്നില്ല. രമേശ് ആണെങ്കിൽ അധികം പഠിപ്പൊന്നുമില്ലാത്ത ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഓട്ടോറിക്ഷ ഓടിച്ചാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഒരു ദിവസം ഏറ്റവും കൂടുതൽ കിട്ടുന്ന വരുമാനം 200 രൂപയായിരുന്നു. ഇനി കമലയുടെ കാര്യം പറയാനാണെങ്കിൽ കമല മാർക്കറ്റിൽ പോയി പൂക്കൾ വാങ്ങിക്കൊണ്ടുവന്ന് അത് മാലയാക്കി കോർത്ത് അത് പൂക്കടയിൽ കൊണ്ടുപോയി വിറ്റ് കുറച്ച് പണമൊക്കെ സമ്പാദിക്കുന്നുണ്ടായിരുന്നു. അനന്യയും അനുപമയും ഒരേ പ്രായക്കാരായിരുന്നു. അനുപമയ്ക്ക് വീട്ടിലെന്നും ഗോതമ്പ് മാത്രമായിരുന്നു കഴിക്കാനുണ്ടായിരുന്നത്. പക്ഷേ അനന്യയുടെ അമ്മ കമല അവളെ നന്നായി നോക്കുമായിരുന്നു. ചെറുപ്പം തൊട്ടേ തന്റെ വീടിന്റെ സ്ഥിതി അറിയുന്നതുകൊണ്ട് തന്നെ അനുപമ ഒന്നും തന്നെ അവരോട് ആവശ്യപ്പെടാറില്ല. പക്ഷേ അവളുടെ അച്ഛൻ എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ബജി വാങ്ങിക്കൊണ്ടുവരുമായിരുന്നു. രമേശ് ബജി വാങ്ങുന്നത് രമേശിന്റെ സുഹൃത്തിന്റെ കടയിൽ നിന്നായിരുന്നു. ഇവിടുത്തെ കാര്യം എന്താന്ന് വെച്ചാൽ അനുപമയും അനന്യയും എല്ലാ ദിവസവും അവരുടെ വീടിനടുത്തുള്ള ഗ്രൗണ്ടിൽ കളിക്കാൻ പോകുമായിരുന്നു. അനന്യയുടെ കൂടെ എപ്പോഴും കവിതയുണ്ടായിരുന്നു. കവിത അവളെ കളിപ്പിച്ച് തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുവരും. അനുപമയാണെങ്കിൽ ഒറ്റയ്ക്കായിരുന്നു അങ്ങോട്ട് പോയിരുന്നത്. കാരണം ആ സമയത്താണ് അനുപമയുടെ അമ്മ കമല മാല കോർത്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും അതിനിടയിലൂടെ അനുപമയെ അവർ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അനന്യ അനുപമയെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോകുന്നു. അനുപമ അനന്യയുടെ വീടും കാറുകളുമെല്ലാം കണ്ട് ഞെട്ടി നിൽക്കുന്നു. അനന്യ അനുപമയുടെ കൈ പിടിച്ച് അവളെ വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോയി സോഫയിൽ കൊണ്ടുചെന്ന് ഇരുത്തുന്നു. ആ സമയത്ത് കവിത വീടിനുള്ളിൽ പോയി കഴിക്കാൻ വേണ്ടി പലതരത്തിലുള്ള സാധനങ്ങൾ ടേബിളിൽ കൊണ്ടുവെക്കുന്നു. ഇത് കണ്ട് അനുപമ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുന്നു. അനന്യ, ഇത് മുഴുവൻ നമുക്കുള്ളതാണോ? ആ, ഇതെല്ലാം നമുക്കുള്ളതാണ്. എനിക്ക് എല്ലാ ദിവസവും ഇതുപോലുള്ള ഭക്ഷണങ്ങളാണ് കവിത തരാറ്. എന്താ നിന്റെ വീട്ടിൽ ഇതൊന്നും ഉണ്ടാകാറില്ലേ? ഇല്ല, എല്ലാ ദിവസവും എനിക്ക് ഗോതമ്പാണ് കഴിക്കേണ്ടി വരുന്നത്. ഉച്ചയ്ക്കാണെങ്കിൽ ചോറും പരിപ്പും, രാത്രിയാണെങ്കിൽ അച്ചാറിന്റെ കൂടെ കൂട്ടി കഴിക്കണം. എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലല്ലാതെ ബാക്കിയുള്ള എല്ലാ ദിവസവും എനിക്ക് ഇത് തന്നെയാണ് ഭക്ഷണം. ഇങ്ങനെ അനുപമ പറയുന്നു. അപ്പോൾ കവിത ഇത് കേട്ട് ഇങ്ങനെ പറയുന്നു. എന്തിനാ മോളെ വിഷമിക്കുന്നത്? ആരും ഒന്നും പറയില്ല. മോൾ ഇഷ്ടമുള്ളത്ര കഴിച്ചോളൂ കേട്ടോ. ആ സമയം അങ്ങോട്ടേക്ക് അപ്സര കടന്നു വരുന്നു. വരുമ്പോൾ തന്നെ അവൾ നേരെ കവിതയെ നോക്കി ഇങ്ങനെ പറയുന്നു. ഇതാരാണ്? എങ്ങനെയാ ഈ കുട്ടി ഉള്ളിലേക്ക് വന്നത്? ആരാ ഈ കുട്ടീനെ അകത്തേക്ക് കടത്തിവിട്ടത്? അമ്മേ, ഞാൻ തന്നെയാ കൂട്ടിയിട്ട് വന്നത്. ഞങ്ങൾ ഒന്നിച്ച് ഗ്രൗണ്ടിൽ കളിക്കാറുണ്ട്. ഇതെന്റെ സുഹൃത്താണമ്മേ. അവള് പറഞ്ഞതാ ഞാൻ വരുന്നില്ലാന്ന്. എന്നിട്ട് ഞാൻ നിർബന്ധിച്ചതുകൊണ്ടാ അവള് വന്നത്.
ശരി ശരി, ഇപ്പൊ തന്നെ ഈ കുട്ടീനെ പറഞ്ഞു വിട്ടേക്ക്. കവിത, ഇപ്പൊ തന്നെ ഈ ഹാളെല്ലാം ഡെറ്റോൾ ഒഴിച്ച് കഴുകണം. ശരി കൊച്ചമ്മേ. അനന്യ, ഇനിയും നീ ഇതേപോലെ എന്തെങ്കിലും കാണിച്ചാൽ നിന്നെ വീട്ടിന്റെ ഉള്ളിലിട്ട് ഗേറ്റ് ഞാൻ ലോക്ക് ചെയ്തിട്ട് പോകും. മനസ്സിലായല്ലോ? വീട്ടിൽ ഇത്രയും സാധനങ്ങൾ കളിക്കാനുണ്ടായിട്ടും നീ എന്തിനാണ് ഗ്രൗണ്ടിൽ പോയി കളിക്കുന്നത്? ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ ചുറ്റി നടന്നാൽ നമ്മുടെ സ്റ്റാറ്റസ് എന്താകും? അത് കൊച്ചമ്മേ, പിന്നെ... കവിത ഇങ്ങനെ പറയാൻ പറ്റാതെ നിൽക്കുന്ന സമയത്ത് അപ്സര ഷട്ട് അപ്പ്, ഗെറ്റ് ഔട്ട് എന്ന് ഒച്ചയിട്ട് അവളെ വീടിനകത്തേക്ക് പറഞ്ഞുവിടുന്നു. ഇത് കണ്ട് അനുപമ കരഞ്ഞുകൊണ്ട് വീടിന് പുറത്തേക്ക് പോകുന്നു. അവൾ പേടിച്ച് ഗേറ്റ് തുറന്ന് നേരെ അവളുടെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു. അനുപമ അവളുടെ അമ്മയെ മുറുക്കി കെട്ടിപ്പിടിച്ച് കരയുന്നു. അപ്പോൾ കമല ഇങ്ങനെ ചോദിക്കുന്നു, മോളെ, എന്തിനാ മോളെ ഇങ്ങനെ കരയുന്നത്? നിനക്ക് എന്തു പറ്റി? നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അതോ മുറിവ് പറ്റിയോ? എന്തു പറ്റി മോളെ? അല്ല, നീ എന്താ ഇന്ന് ഇത്ര വൈകിയത്? ശരി, നീ ഒരു കാര്യം ചെയ്യ്, പോയി കാലും മോക്ക് കഴുകിയിട്ട് വാ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. കമല അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നു. അനുപമയാണെങ്കിൽ അനന്യയുടെ വീട്ടിൽ വെച്ചുണ്ടായ സംഭവങ്ങളെല്ലാം ആലോചിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു. എന്തു പറ്റി മോളെ നിനക്ക്? നീ ഗ്രൗണ്ടിൽ പോയി വന്നതിന് ശേഷം വളരെ വിഷമത്തിലാണല്ലോ. നീ ഇങ്ങനെ വിഷമിച്ചിരുന്ന എന്താ കാര്യമെന്ന് എനിക്ക് മനസ്സിലാകില്ലല്ലോ. നീ തുറന്ന് പറ. അനുപമ പ്ലേറ്റ് മാറ്റിവെച്ച് അവളുടെ അമ്മയെ കെട്ടിപ്പിടിച്ച് വീണ്ടും കരഞ്ഞുകൊണ്ട് അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും പറയുന്നു. ഇതെല്ലാം കേട്ടതിനു ശേഷം കമല അനുപമയോട് ഇങ്ങനെ പറയുന്നു, മോൾ ഇനി ഒരിക്കലും അങ്ങോട്ട് പോകണ്ട കേട്ടോ. അത് നിനക്ക് നല്ലതിനല്ല. ഒരു ദിവസം അനന്യയുടെ പിറന്നാൾ വളരെ അടിപൊളിയായിട്ട് നടത്തുന്നു. അനന്യയുടെ അമ്മ അവൾക്ക് പിറന്നാൾ സമ്മാനമായി ഒരു ഡയമണ്ടിന്റെ റിംഗ് ആണ് കൊടുക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 2 ദിവസമായി അനന്യയെ കാണാനില്ലല്ലോ എന്നോർത്ത് സംശയിച്ച് അനുപമ അനന്യയുടെ വീട്ടിലേക്ക് പോകുന്നു. അനുപമ അനന്യയുടെ വീട്ടിലേക്ക് എന്താ പറ്റിയത് എന്നന്വേഷിക്കാൻ വേണ്ടി പോകുന്നു. അനുപമ അനന്യയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ പനി പിടിച്ച് ഒട്ടും വയ്യാതെ കിടക്കുന്ന അനന്യയെയാണ് കാണുന്നത്. അവൾ അനന്യയുടെ അടുത്ത് പോയി നിന്ന് സങ്കടത്തോടെ അവളെ നോക്കുന്നു. പക്ഷേ എപ്പോഴും അത്യാഗ്രഹം മാത്രം മനസ്സിൽ ഓർത്തുകൊണ്ട് നടക്കുന്ന കവിത മേശപ്പുറത്ത് ഊരിവെച്ചിരിക്കുന്ന ഡയമണ്ടിന്റെ റിംഗാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അനുപമ അവിടെ നിന്ന് ഇറങ്ങിയപ്പ തന്നെ കവിത മോഷ്ടിക്കുന്നു. ഈ കാര്യം അനുപമയോ അനന്യയോ അറിയുന്നില്ല. പിറ്റേ ദിവസം രാവിലെ അപ്സര അനന്യയുടെ പനി കുറഞ്ഞോ എന്ന് നോക്കാൻ വേണ്ടി വരുന്നു. അപ്പോൾ അവളുടെ കയ്യിൽ മോതിരം കാണാത്തത് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അപ്പോൾ തന്നെ കവിതയെ വിളിച്ചു ചോദിക്കുന്നു, കൊച്ചമ്മേ, എനിക്കെങ്ങനെയാ അതിനെപ്പറ്റി അറിയാ? അതാ മേശപ്പുറത്ത് തന്നെ ഉണ്ടാവും. ഇന്നലെ ഉച്ചവരെ അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും അല്ലാതെ വേറെ ആരെങ്കിലും ഇവിടെ വന്നിരുന്നോ? ഒന്ന് ഓർത്തു നോക്കിയിട്ട് പറഞ്ഞേ. ആ കൊച്ചമ്മേ, നമ്മുടെ അടുത്ത കുടിലിൽ താമസിക്കുന്ന അനുപമ അനന്യയെ കാണാൻ വന്നിരുന്നു. കവിത ഇങ്ങനെ പറയുന്നു. ഇത് കേട്ടപ്പോൾ തന്നെ അപ്സര ഇങ്ങനെ പറയുന്നു, ആ, അപ്പോൾ അത് തന്നെ, അവൾ തന്നെയാണ് ഇത് എടുത്തിരിക്കുന്നത്. നിക്ക്, ഞാൻ ശരിയാക്കി കൊടുക്കാം. അങ്ങനെ ദേഷ്യത്തിൽ അപ്സര അവളുടെ വീട്ടിൽ നിന്നിറങ്ങി കമലയുടെ വീട്ടിലേക്ക് പോകുന്നു. കമല അപ്സരയെ അവിടെ കണ്ടപ്പോൾ ആശ്ചര്യത്തോടെ ഇങ്ങനെ ചോദിക്കുന്നു, മാഡം, നിങ്ങളെന്താ ഇവിടെ? എവിടെ നിങ്ങളുടെ മകൾ? അവളുടെ കയ്യിലിരിപ്പ് കൊണ്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വരേണ്ടി വന്നത്. അവൾ എന്തു ചെയ്തു? അവൾ ഇന്ന് രാവിലെ മുതൽ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, പുറത്തെങ്ങോട്ടും പോയിട്ടില്ല. എന്തുപറ്റി? ഓഹോ, നിങ്ങൾ എത്ര നന്നായിട്ടാണ് കള്ളം പറയുന്നത്. ഇന്നലെ ഡയമണ്ട് റിംഗ് മോഷ്ടിച്ചിട്ട് ഇന്ന് രാവിലെ തൊട്ട് വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടിയിരുന്നാൽ ആർക്കും ഒന്നും മനസ്സിലാകില്ല എന്നാണോ വിചാരിച്ചിരിക്കുന്നത്? ഇതെല്ലാം കേട്ടുകൊണ്ട് അനുപമ പുറത്തേക്ക് വരുന്നു. 2 ദിവസമായി അനന്യയെ ഗ്രൗണ്ടിലേക്ക് കാണാത്തോണ്ട് അവൾക്ക് എന്തു പറ്റിയെന്ന് പേടിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. അല്ലാതെ വേറൊന്നും എനിക്ക് അറിയത്തില്ല. ഞാനൊന്നും എടുത്തിട്ടില്ല. വെറുതെ എന്റെ മോളെ കുറ്റം പറയണ്ട. നിങ്ങളുടെ വീട്ടിലെ ക്യാമറയില്ലേ? നിങ്ങൾ പോയിട്ട് അതിലെ നോക്ക്. അതിലെ നോക്കിയാൽ അറിയാമല്ലോ ആരാണ് ശരിക്ക് ചെയ്തതെന്ന്. ഞാൻ നോക്കിക്കൊള്ളാം. അതിന് തന്നെ ഞാൻ പോകുന്നത്. അഥവാ അതിൽ നോക്കി നിങ്ങളാണ് കുറ്റക്കാരെന്ന് കണ്ടാൽ നിങ്ങളെ ഞാൻ 3 വർഷത്തേക്ക് പുറലോകം കാണിക്കാതെ ഉള്ളിലാക്കും. ഓർത്തോ? അങ്ങനെ പറഞ്ഞ് അപ്സര വീട്ടിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ കവിതയും അനന്യയും ഇല്ല. അതായത് കവിത അനന്യയെ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ തന്നെ അപ്സര പോലീസിൽ വിളിച്ച് കാര്യം പറയുന്നു. പോലീസ് ഇൻസ്പെക്ടർ റാം വന്ന് CCTV ഫൂട്ടേജ് എല്ലാം ചെക്ക് ചെയ്യുന്നു. അതെല്ലാം നോക്കി ഇതെല്ലാം ചെയ്തത് കവിതയാണ് എന്ന് അപ്സരയോട് പറയുന്നു. അപ്സര കരഞ്ഞുകൊണ്ട് വീടിന് പുറത്തേക്ക് വരുന്നു. അപ്സരയുടെ കരച്ചില് കേട്ട് കമലയും അനുപമയും വീടിന് പുറത്തു വന്ന് നോക്കുന്നു. അനന്യയെ കവിത തട്ടിക്കൊണ്ടുപോയി എന്ന കാര്യം അവർക്ക് മനസ്സിലാകുന്നു. കമല തന്റെ ഭർത്താവായ രമേശിനെ വിളിച്ച് നടന്ന കാര്യങ്ങളെല്ലാം അവരോട് പറയുന്നു. രമേശ് ഓട്ടോ ഡ്രൈവർ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാ സുഹൃത്തുക്കളോടും അനന്യയുടെ ഫോട്ടോ കാണിച്ച് ഇവളെ അന്വേഷിക്കുവാൻ പറയുന്നു.
പിറ്റേ ദിവസം രാവിലെ കവിതയും അനന്യയും ആ ഡയമണ്ട് റിംഗ് വിൽക്കുവാൻ വേണ്ടി പുറത്തേക്ക് വരുന്നു. രമേശ് കാണുന്നു. രമേശ് കവിതയെ പിന്തുടർന്ന് SI റാമിനെ ഫോൺ ചെയ്ത് കാര്യങ്ങളെല്ലാം പറയുന്നു. SI റാം വന്ന് കവിതയെ പിടികൂടുന്നു. രമേശ് അനന്യയെ അവളുടെ അമ്മയായ അപ്സരയുടെ അടുത്തേക്ക് കൊണ്ടുചെന്ന് വിടുന്നു. അപ്സര അനന്യയെ കണ്ടപാടെ തന്നെ അവളെ കെട്ടിപ്പിടിച്ച് കരയുന്നു. എന്നിട്ട് രമേശിനെ നോക്കി ഇങ്ങനെ പറയുന്നു: എന്നോട് ക്ഷമിക്കണം. പണത്തിന്റെ അഹങ്കാരം കാരണം ഞാൻ എന്തൊക്കെയാ നിങ്ങളുടെ മകളെ പറഞ്ഞത്. എന്നിട്ടും നിങ്ങൾ അതെല്ലാം മറന്ന് എന്റെ മകളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് എനിക്ക് കൊണ്ടുവന്ന് തന്നു. ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ അഹങ്കാരം കാണിക്കില്ല. എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. അങ്ങനെ പറഞ്ഞ് അനുപമയെയും അനന്യയെയും കെട്ടിപ്പിടിച്ചു കരയുന്നു. ഇങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ കഥകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.